ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഇന്ന് നമ്മൾ എവിടെ പോകുന്നതെന്ന് ചോദിച്ചാൽ അശ്വിനി ഇപ്പുറത്ത് ഈ അശ്വിനിക്കാന്നില്ല ഷൂസ് കെട്ടിക്കൊണ്ടിരിക്കുന്നു. നമ്മൾ ഈസ്റ്റ് പോയിൻ്റിൽ പോവാണ്. ഞാൻ താമസിക്കുന്ന വർക്കത്തലിയിലാണ്. വർക്കത്തലിയിൽ നിന്ന് അടുത്താണ് ഈസ്റ്റ് പോയിൻ്റ്. ഒരു ബസ് കയറിയാൽ നമുക്ക് ഈസ്റ്റ് പോയിൻ്റ് എത്തും. ഈസ്റ്റ് പോയിൻ്റ് എന്ന് പറയുന്നത് ഒരു 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 വലിയൊരു സ്ഥലം, ഫുള്ള് ഷോപ്പിംഗ് മാൾസും കുറേ ബ്രാൻഡ്സിൻ്റെ ഔട്ട്ലെറ്റ്സും ഒക്കെ. ഷോപ്പിംഗ് മാളല്ല, ഒരു വലിയ ഏരിയയിൽ എല്ലാ ബ്രാൻഡ്സിൻ്റെ ഔട്ട്ലെറ്റും. പിന്നെ അവിടെയാണ് കെയർ ഫോറിൻ്റെ ഏറ്റവും വലിയ ഒരു ഔട്ട്ലെറ്റ് ഉള്ളത്. കെയർ ഫോർ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഒരു അഫോർഡബിൾ സൂപ്പർ മാർക്കറ്റാണ്, ചെയിനാണ്. എല്ലായിടത്തും ഉണ്ട് കെയർ ഫോർ, ടിബ്ലിസി മൊത്തം. അപ്പം നമ്മൾ അവിടെ നിന്നാണ് വീട്ടിലേക്കുള്ള മെയിൻ ഗ്രോസറി സാധനമൊക്കെ മേടിക്കുന്നത്. അപ്പോൾ ഇത് മന്ത് സ്റ്റാർട്ടായതുകൊണ്ട് നമ്മൾ ഈ വട്ടം അവിടുന്ന് ഈസ്റ്റ് പോയിന്റിൽ നിന്ന് മേടിക്കാമെന്ന് വെച്ചു. അതുപോലെ തന്നെ അവിടെ കുറച്ച് ഓഫേഴ്സ് നടക്കുന്നുണ്ട്. പിന്നെ എൻ്റെ TBC കാർഡിൽ എക്സ്ട്രാ ഓഫറും കൂടി കിട്ടും. അപ്പോൾ ഓഫറാണ് നമ്മുടെ മെയിൻ ഫോക്കസ് ഓഫ് ദ ഡേ എന്ന് പറയാം. അത് നമ്മൾ ഈസ്റ്റ് പോയിന്റിൽ പോകുന്നത്. നമ്മൾ കഴിഞ്ഞ ആഴ്ച ഈസ്റ്റ് പോയിന്റിൽ പോയി ആക്ച്വലി പുതിയ ഷൂ ഒക്കെ മേടിച്ചു. അത് കെട്ടിക്കൊണ്ടിരിക്കുകയും കാണിച്ചു. അപ്പം അത്രയേ ഉള്ളൂ ഇന്നത്തെ പരിപാടി. അശ്വിനി എല്ലാം പറയൂ, നീ നിന്ന് പറയൂ. ഓക്കെ ഗൈസ്, നമ്മളങ്ങനെ അരമണിക്കൂർ എടുത്തില്ല, 10-20 മിനിറ്റ് നമ്മൾ ഇവിടെ എത്തി, ഈസ്റ്റ് പോയിലെത്തി. അപ്പം നമ്മുടെ മെയിൻ അജണ്ട ഫസ്റ്റ് ഫുഡ് കഴിക്കലാണ്. കാരണം ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് എനർജി കിട്ടും. എനർജി കിട്ടി കഴിഞ്ഞാൽ ഉള്ള ഷോപ്പിലേക്ക് കയറി ഇറങ്ങാമല്ലോ. അത് കഴിഞ്ഞിട്ട് ആ സെക്ഷനിൽ നിന്ന് അശ്വിനിക്ക് H&M കയറണം എന്ന് പറഞ്ഞു. എനിക്ക് FLO എന്ന് പറയുന്നൊരു ഷൂ കടയിൽ കയറണം. ഇവിടെ നമ്മൾ ആദ്യം മെക്ഡൊണാൾഡ്സിലാണ് പോകുന്നത്. നാട്ടിലെ സെറ്റപ്പ് തന്നെ. ഇവിടെ എന്ത് ചെയ്താൽ നമ്മളങ്ങനെ ഇവിടുന്ന് ചിക്കൻ വിങ്സും മെക്ഡിയുടെ കോണും ഓർഡർ ചെയ്തു. കാരണം നമുക്കതിട്ട് വെൻഡീസിൽ പോയിട്ട് ബർഗർ കഴിക്കാം. എനിക്ക് പേഴ്സണലി വെൻഡീസിലെ ബർഗറാണ് ഇഷ്ടം. ഈ മെക്ഡിയിലെ KFCയിലെയും ബർഗറിനെ വെച്ച് കമ്പയർ ചെയ്യും. അപ്പം നമ്മുടെ നമ്പർ 75 ആണ് ഈ സംഭവം. കോണും വിങ്സും വന്നിരിക്കുകയാണ്. നമ്മൾ കഴിച്ചിട്ട് വരാം. നമ്മൾ ഫുഡ് കഴിച്ചിറങ്ങി. എങ്ങനെയുണ്ട് എൻ്റെ ഫുഡ്? സ്റ്റാർട്ടർ ഡേറ്റ് തന്നെ തിരിച്ച് കൊള്ളാം. പക്ഷേ KFC ആണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. എനിക്ക് മെക്ഡി ഇഷ്ടപ്പെട്ടെ. മെക്ഡിക്ക് കുറച്ചൊരു ഫ്ലേവർ ഇല്ലേ? പക്ഷെ ബർഗറിൻ്റെ കാര്യത്തിൽ വെൻഡീസ് എനിക്കിഷ്ടം. നമ്മളിനി പോകുന്നത് H&Mലേക്കാണ്. കുട്ടിക്ക് എന്തോ ആവശ്യമുണ്ട്, എനിക്കറിഞ്ഞൂടെ എന്താ ആവശ്യം. ആ കടയിലാണ് എനിക്കൊന്ന് പോകേണ്ടത്, FLOയിൽ. പക്ഷെ നീങ്ങി പോകുന്നത് ഈ H&Mലേക്കാണ്. ഈ LC വാക്കി, ന്യൂയോർക്കർ, ടെറാനോ, ഈ 3 ഷോപ്സാണ് അത്യാവശ്യം അഫോർഡബിൾ റേഞ്ചിൽ കിട്ടുന്നത്. അശ്വിന് അവിടെ കാര്യമായിട്ട് ജീൻസ് നോക്കുകയാണ്. നമ്മളിതൊരിക്കൽ കഴിഞ്ഞ വീക്കിൽ വന്നപ്പോൾ നോക്കിയതിനും ഇവിടെ അപ്പം നല്ല ഓഫർ ഉണ്ട്. അപ്പോൾ നമ്മൾ നോക്കിയായിരുന്നു, പക്ഷെ ഇത് സൈസ് കിട്ടിയില്ല. ഗൈസ്, അങ്ങനെ നമ്മൾ H&Mൽ ഇറങ്ങുകയാണ്. ഇനി അവിടെ അശ്വിനി പോന്നെ LCയിലാണ് നമ്മൾ ഇനി പോകുന്നത്. അശ്വിനിക്കൊരു പാൻറ് നോക്കാനാണ് നമ്മൾ ഫുൾ കറങ്ങുന്നത്. നമ്മളത് LC വന്നിരിക്കുകയാണ്. ഇന്നൊന്നും മേടിക്കാനുള്ള ഒരു മാനസികാവസ്ഥ അല്ല. എന്താണെന്ന് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞൂടാ. എൻ്റെ കണ്ണൊന്നും പിടിക്കുന്ന എനിക്ക് നല്ലതായിട്ട് തോന്നുന്നില്ല. നോക്കട്ടെ, അശ്വിനി കാര്യമായിട്ട് നോക്കുന്നുണ്ട്. നോക്കാം, എനിക്ക് എന്തെങ്കിലും ഇഷ്ടപ്പെടുമോ നോക്കാം. വിത്ത് ബാഗോടെ ഉള്ള ഉടുപ്പുണ്ട്. കിഡ് സെക്ഷനാണ്. ഇത് രസമുണ്ട്. പക്ഷേ ഇത് പലതരത്തിലുള്ള തൊപ്പികൾ വെച്ച് നോക്കാം.
എനിക്കിത് വെക്കാറിഞ്ഞൂടാ ഗൈസ്. ഈ ഷാളും ക്ലിപ്പും എല്ലാം കൂടി ഉള്ളതുകൊണ്ട് വേറൊരു സാധനം കണ്ടുപിടിച്ചോണ്ട് വന്നിട്ടുണ്ട്. പെർഫെക്റ്റ്. ഷാളിടേണ്ട ആവശ്യമില്ലല്ലേ തണുപ്പ് വരുമ്പോൾ. പക്ഷെ ഇത് കുറച്ച് വലുതാന്ന് തോന്നി. ചെറുത് നോക്കി എടുത്തോണ്ട് വരാം. നിങ്ങൾ കമൻറ്റ് ചെയ്യും ഇതാണോ മറ്റേതാണോ ഡ്രസ്സ്. ഇത് കൊള്ളാം, ഇത് നല്ല ഭംഗിയുണ്ട്, ഇത് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇത് കൊള്ളാം. ഇതിന് ചെവി മറയത്തില്ല. ചെവി മറയാതിരുന്ന തണുപ്പത്തെ ടാസ്ക്കാണ്. ഇത് കൊള്ളാം. കുറച്ച് താമസിച്ചു നമ്മളങ്ങോട്ട് പോയപ്പോൾ നല്ല സൂര്യനുണ്ട്. ഇന്നിപ്പോൾ സൂര്യനില്ല. അശ്വിനി പാവം കുറേ തപ്പി. കുറേന്ന് വെച്ചാൽ കുറേ തപ്പി. അശ്വിനി ഞാൻ ഇടയ്ക്ക് വെച്ച് കാണാതായിപ്പോയി. ഞാൻ എൻ്റെതായ ലോകത്ത് കുറേ ഞാൻ ക്യാപ്പൊക്കെ ഇട്ട് നോക്കി. എനിക്ക് ക്യാബ് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതൊക്കെ അല്ല കുറേ അവിടെ ഫുൾ ക്യാപ്പ് ഞാൻ ഇട്ട് നോക്കി. അതിനകത്ത് കിടപ്പുണ്ട്. ഇല്ല കുറേ എനിക്കിഷ്ടപ്പെട്ട പറക്കി ആയിട്ട്. എന്നിട്ട് അശ്വിനി അവസാനം മടുത്ത് ഉപേക്ഷിച്ച് LC ആക്കി ഉപേക്ഷിച്ചിറങ്ങി. ഇവിടെ ഇങ്ങനെ എല്ലാ ഷോറൂമും ഉണ്ട്. ബാറ്റയുണ്ട്, നിങ്ങൾ ഈസ്റ്റ് പോയിന്റ് വരൂ ഗൈസ്. ജോർജിയ വന്നാൽ സാധനം മേടിക്കാൻ എല്ലാ ഷോറൂമും ഒരൊറ്റ സ്ഥലത്ത് കിട്ടും. മാള് പോലെയല്ല. നമ്മൾ ഇങ്ങോട്ടേക്കാണ് ഇന്ത്യയിൽ പോകുന്നത്. ഇവിടുത്തെ മിക്ക പിള്ളേരും ഇതും വെച്ചാണ് കളിക്കല്. ഒരു കാറില്ല പോകുന്നത്. ഇതിൻ്റെ അകത്ത് പ്ലേ സ്റ്റേഷൻ ഉണ്ട്. ഇതിപ്പോൾ ഒരു ക്ലോസ്ഡ് മാള് പോലെയില്ല. ആയിട്ടോ ഇത് മാളാന്ന് എനിക്ക് അറിഞ്ഞിട്ടാ. എന്തായാലും ഒരു ക്ലോസ്ഡ് സംഭവം. ഇതിൻ്റെ അകത്ത് കിഡ്സിലെ നമ്മുടെ ലുലുമളി പണ്ടൂറ പോലത്തെ സംഭവങ്ങളുണ്ട്. ഞാൻ കാണിച്ചുതരാം. ഇതാണ് ആ സംഭവം. അശ്വിനി ഈ യോയോസിലോട്ട് കയറിപ്പോയിട്ടുണ്ട്. ഓ ഇത് ഇങ്ങനെ വരുന്ന കൊള്ളാൻ രസമുണ്ട്. ഈ ഷോപ്പില്ലേ മിനീസോടെ വകയിൽ ആരെങ്കിലും ആയിട്ട് വരും. കാരണം അങ്ങനത്തെ ക്യൂട്ട് സംഭവങ്ങളാണ് ഇവിടെ ഉള്ളത്. കണ്ടില്ലേ, ക്യൂട്ട്സ് തന്നെയാണ്. ഇതിന് 12 17 10 എന്ന് പറയുമ്പോൾ ഒരു 300 സംതിങ് വരും. അങ്ങനെ നമുക്കിത് കിട്ടിയിരിക്കുകയാണ്. ടെഡീസിൻ്റെ നമ്മുടെ നമ്പർ 517. സെക്കൻഡ് മീൽ നമ്മൾ ഷോപ്പിംഗ് തുടങ്ങിയിട്ട് വന്നിരിക്കുകയാണ്. പക്ഷെ നമ്മൾ ഇതുവരെ ഷോപ്പിങ്ങിനായിട്ടൊന്നും മേടിച്ചില്ല. ഇവിടെ നിന്നിട്ട് എൻ്റെ ഇത് കാണാൻ പറ്റും. ഇതാണ് ഈസ്റ്റ് പോയിന്റ് ഫുൾ. അങ്ങനെ മിനിസോയിൽ എത്തിയിരിക്കുകയാണ്. അയ്യോ എനിക്കിത് വേണം അശ്വിനി. അശ്വടാ അതാണ്ട് ഭംഗിയുണ്ടത്. കെയർ ഫോറിൻ്റെ എൻട്രൻസ് എത്തിയിരിക്കുകയാണ്. ഇവിടുന്ന് അങ്ങോട്ടേക്ക് നമുക്ക് പോകണമെങ്കിൽ ഈ കുട്ടി ഇതെല്ലാം തിന്നു തരികയാണ്. നമ്മൾ ഈ കോയിൻ ഇതിലാക്കിയിട്ട് ഓക്കെ. അങ്ങനെ നമുക്ക് നമ്മുടെ കാർട്ട് കിട്ടിയിരിക്കുന്നു. അങ്ങനെ നമ്മൾ കെയർ ഫോറിൽ എത്തിയിരിക്കുകയാണ്. ആദ്യം എന്താണ് അശ്വിനി മേടിക്കുന്നത്? ആദ്യം നമ്മൾ കയ്യിൽ തവി ഇവിടെ വന്നപ്പോൾ ഒരു സാധനം കണ്ടുപിടിച്ചായിരുന്നു. നമ്മൾ നാട്ടിൽ കിട്ടുന്നത് ഇവിടെ ഇതിൻ്റെ 14 ലൈരിയാണ്.
ഇപ്പം നാട്ടിൽ നിന്ന് വരുന്ന പിള്ളേരാണ് ഇതൊക്കെ ഇവിടെ കിട്ടും. മാർക്കറ്റിൽ പോയാൽ കുറച്ചും കൂടി വില കുറവിൽ കിട്ടും. പിന്നെ പാനൊക്കെ കിട്ടും ഇവിടെ 3 സെറ്റ് പാനൊക്കെ അത്യാവശ്യം വില കുറവാണ്. നമ്മൾ നോക്കുന്ന ഈ സെറ്റ് പാൻ കേട്ടോ. മിക്കവാറും നമ്മളിപ്പം ഇതെടുക്കാൻ ചാൻസ് ഉണ്ട്. നമുക്ക് ഒരു വിധത്തിലുള്ള എല്ലാ സ്പൈസസും കിട്ടും. ചെറിയ ക്വാണ്ടിറ്റി ആണേ ഉള്ളൂ, എന്നാലും നമുക്ക് എല്ലാ സ്പൈസസും ഇവിടെ തന്നെ കിട്ടും. ഇവിടെ ഇതുപോലെ ഡ്രൈഡ് കോക്കനട്ട് ഉണ്ട്, അത് നമ്മൾ തപ്പി പിടിക്കണം. നമുക്ക് തേങ്ങ ഇവിടെ നമ്മൾ ഇതുപോലെയാണ് ഉപയോഗിക്കുന്നത്. ഉണങ്ങിയ തേങ്ങ ഡ്രൈഡ് കോക്കനട്ടാണ് ഉപയോഗിക്കുന്നത്. അതിങ്ങനെ ഒരു വെറൈറ്റി ഉണ്ട്, ഇതുപോലെ ഒരെണ്ണമുണ്ട്, പിന്നെ ഇതുണ്ട്. ഇതാണ് കുറച്ചുകൂടി നല്ലത്, നമുക്ക് കുറച്ച് ഏറെ കിട്ടും. പിന്നെ അതിന് 1.65 ആണ്. ഇനി ഇതാണ് എൻ്റെ ഫേവറേറ്റ് സ്പോട്ട്. ഇവിടെ എല്ലാം അതെ, ഇത് നമുക്ക് കുറച്ചായിട്ട് എടുക്കാൻ പറ്റും. എല്ലാം കുറച്ചായിട്ട് എടുക്കും. ഇത് ഇവിടെ ഡ്രൈഡ് മാംഗോ ഉണ്ട്. ഡ്രൈഡ് ലെമൺ ഇതാണ് നീ ഉദ്ദേശിച്ചത്? ഡ്രൈഡ് കോക്കനട്ട് കിട്ടും നമുക്ക്. ഡ്രൈഡ് ബനാന, പക്ഷേ ഡേറ്റ്സ് എടുക്കണം. ഡ്രൈഡ് ആപ്പിൾ, മിക്കതും ഡ്രൈഡായിട്ട് നമുക്ക് കിട്ടും. കിട്ടാനുള്ള ഫിഷ് ഇതുപോലാണ്. ഇത് മറ്റല്ലേ, എനിക്കിത് ഇഷ്ടമാണ്. ഇതല്ലാതെ ഫ്രഷ് മീൻസ് ഒക്കെ ഇപ്പോഴും എന്താ ഫിഷ് ഒരു വട്ടം എന്തോ നമ്മൾ ലൈവ് എന്ന് പറയാൻ പറ്റത്തില്ല, മാർക്കറ്റിൽ പോയി മേടിച്ച്. പക്ഷെ ആ ഫിഷും ഒരു കഴിച്ച് നമ്മൾ വരുമ്പോഴത്തേക്ക് ഉണക്കമീൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ട്. ഫുൾ ഉപ്പാക്കിയിട്ട്. അല്ല, നമ്മളെപ്പോഴും ഫ്രോസണാണ് മേടിക്കുന്നത്. ചിക്കനും ഫ്രോസണാണ് മേടിക്കുന്നത്. ബീഫ് നമ്മൾ ഫ്രഷാണ് മേടിക്കുന്നത്. നമ്മുടെ അപ്പാർട്ട്മെൻറ്റ് താഴെ ഉണ്ട്. അയ്യോ, ഒരു മീൻ ഇങ്ങനെ ആകുന്നു. ഞാൻ കച്ചില്ല, ആ മീൻ ചത്തില്ല. മണം കേൾക്കാവോ? അങ്ങനെ മീനുണ്ട്. നാട്ടിലൊരു മീനിന്റെ ഒരു ഇത് വരുന്നുണ്ട്. അശ്വിന് നല്ല കൊച്ചിക്കാരിയാ. അശ്വിന് മീനിന്റെ മണം എല്ലാം മിസ് ചെയ്തു. അങ്ങനെ ഫ്രൂട്ട് സെക്ഷനിൽ വന്നിരിക്കുകയാണ്. നമ്മൾ ഈ പഴുത്ത പഴം മേടിച്ചല്ലേ, ഇപ്പോഴത്തെ ക്ലൈമറ്റ് വെച്ചത് പെട്ടെന്ന് ചീത്തയും. അപ്പോൾ നമ്മൾ എന്താക്കുമെന്ന് വെച്ചാൽ അത്യാവശ്യം ഒരു പച്ച മേടിക്കും, നല്ല പച്ച മേടിക്കും. അപ്പോൾ പഴുക്കും. അത് മേടിച്ചോ? പെട്ടെന്ന് പഴുക്കൂടി. മേടിക്കുന്ന പച്ചക്കറി എല്ലാം ഇവിടെ ഈ വെയിൻ സെക്ഷനിൽ കൊടുത്ത് അവർ കൂട്ടി പൈസ ഇട്ട് തരും. നമ്മൾ മേടിക്കുന്ന പാലാണ് ഈ പാല്. ഇതാണ് നമ്മൾ മേടിക്കുന്ന പാല്. ഇതിന് ഒറിജിനൽ റേറ്റ് 5.39, പക്ഷെ ഓഫറിന് ഇത് ഒരു 299 വരും. നമ്മളിപ്പോൾ തൽക്കാലം ഒരു കവർ പാല് കൂടി എടുത്തിട്ടുണ്ട്. നമ്മുടെ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞു. ഇനി നമ്മൾ സെൽഫ് ചെക്കൗട്ട് ചെയ്യണം. ഞാൻ കാണിച്ചു തരാം. ചെക്കൗട്ട് ചെയ്യണം. ഈ സാധനം ഇങ്ങോട്ടേക്ക് കേട്ടത്തില്ല, അതുകൊണ്ട് അശ്വിനി ഇതെല്ലാം പറക്കി വിടുക. ഞാൻ ഇങ്ങോട്ടേക്ക് വിളിക്കാം. നമ്മളിത് വെച്ച് സ്കാൻ ചെയ്യണം. നമ്മുടെ ബില്ല് വളരെ ചെറിയ ബില്ലാണ്. അങ്ങനെ നമ്മൾ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞ് വന്നപ്പം ഇരുട്ട്. സ്വാഭാവികം, നമ്മൾ എന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങിയാലും തിരിച്ച് ഇരുട്ടാതെ വീട്ടിൽ കയറി ചരിത്രമില്ല. എൻ്റെ പുറകെ കാണുന്ന കാരിഫോർ. ഇപ്പം നമ്മൾ ഇവിടെ വെച്ച് എന്താ വീഡിയോ എന്ത് ചെയ്യാണ് അല്ലേ?
എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുന്ന ചോദിക്കുന്നത്. എനിക്കറിഞ്ഞൂടെ എൻ്റെ ഫോണിൻ്റെ ചാർജ് 6%. എന്തോരം ഞാൻ കവർ ചെയ്തൊന്നും എനിക്കറിയില്ല. നമ്മൾ രണ്ടുപേരും കാണാൻ പറ്റുന്നില്ല, അത് വേറെ സത്യം. പക്ഷെ ഇപ്പം കാണുന്നുണ്ടല്ലേ? ഓക്കെ. സ്ട്രീറ്റ് ലൈറ്റിൻ്റെ ഇടയിലിരുന്നാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത്. നമ്മൾ ബസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുക. നമ്മൾ തിരിച്ചു വന്ന ബസ് തന്നെയാണ് 5 to 4. 5 to 4 ആണോ? 5 to 4. ആ ബസ്സിൽ കയറി നമ്മുടെ അവിടുത്തെ വർക്കത്തിൽ മെട്രോയിൽ ഇറങ്ങാൻ പറ്റും. പിന്നെ അവിടുന്ന് നമുക്ക് 406 കയറി വീട്ടിലെത്താം. അപ്പം ശരി, എന്നാൽ പിന്നെ ടാറ്റ. എല്ലാവരും നന്നായിട്ടിരിക്കുക. ബൈ.